കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്ദനം. നമുക്കൊരുമിച്ച് വീണ്ടും ദൈവസന്നിധാനത്തിൽ കർത്താവിൻ്റെ പാദപീഠത്തിലായിരിക്കാൻ, വിശേഷിച്ച് ദൈവവചനം ധ്യാനിക്കുവാൻ, പഠിക്കുവാൻ, ഇങ്ങനെ കടന്നു വരുവാൻ ദൈവം ഇടയാക്കിയതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കടന്നു വന്ന നിങ്ങൾക്കെല്ലാവർക്കും വീണ്ടും യേശു കർത്താവിൻ്റെ നാമത്തിൽ വന്ദനം. യാക്കോബിൻ്റെ ലേഖനത്തിൽ നിന്ന് തുടർച്ചയായിട്ട് ചിന്തിപ്പാൻ ദൈവം നമ്മെ സഹായിക്കുന്നുവല്ലോ. ഈ രാത്രി സമയം നമ്മുടെ തുടർന്നുള്ള ചിന്തയ്ക്കായിട്ട് എപ്പിസോഡ് ഓഫ് ജെയിംസ് ചാപ്റ്റർ 4 വേഴ്സസ് 11 and 12, 4-ാം അധ്യായം 11-12 വാക്യങ്ങൾ ദയവായി. സഹോദരന്മാരെ, അന്യോന്യം ദുഷിക്കരുത്. തൻ്റെ സഹോദരനെ ദുഷിക്കുകയും വിധിക്കുകയും ചെയ്യുന്നവൻ ന്യായപ്രമാണത്തെ ദുഷിക്കുകയും ന്യായപ്രമാണത്തെ വിധിക്കുകയും ചെയ്യുന്നു. ന്യായപ്രമാണത്തെ വിധിക്കുന്നുവെങ്കിൽ നീ ന്യായപ്രമാണത്തെ അനുഷ്ഠിക്കുന്നവനല്ല, വിധിക്കുന്നവനത്രേ. ന്യായപ്രമാണ കർത്താവും ന്യായാധിപതിയും ഒരുവനേ ഉള്ളൂ, രക്ഷിപ്പാനും നശിപ്പിക്കാനും ശക്തനായവൻ തന്നെ. കൂട്ടുകാരനെ വിധിപ്പാൻ നീ ആർ? പ്രൈസ് ദി ലോർഡ്. ഈ രാത്രി സമയം ഈ വേദഭാഗത്ത് നിന്ന് ചില കാര്യങ്ങൾ ചിന്തിപ്പാൻ നമ്മൾ താല്പര്യപ്പെടുന്നു. യാക്കോബ് ഇവിടെ, James in this passage introduces us first to the sin of slander, and then secondly to the sin of judgmentalism. These are the two sins James is talking about here. ജഡ്ജ്മെൻ്റലിസം എന്നൊക്കെ പറയുന്നത് എന്താണെന്നുള്ളത് ഇന്ന് നമുക്ക് സമയം ലഭിച്ചാൽ നമുക്കത് ചിന്തിക്കാം. എന്നാൽ പ്രാരംഭമായിട്ടുള്ള കാര്യം നമുക്ക് ധ്യാനിപ്പാനായിട്ട് പരിശ്രമിക്കാം. എന്താണ് സ്ലാൻഡർ? നമ്മളിവിടെ വായിക്കുന്നു, ഡു നോട്ട് സ്പീക്ക് ഈവിൾ അഗെയിൻസ്റ്റ് വൺ അനദർ ബ്രദേഴ്സ്. ഒരു പക്ഷേ പല സന്ദർഭങ്ങളിലും, മോസ്റ്റ് ഓഫ് ദ ടൈം, വാട്ട് വി സ്പീക്ക് അബൌട്ട് അതേഴ്സ് മേ നോട്ട് ബി ട്രൂ. ആൻഡ് ഈവൻ ഇഫ് ഇറ്റ് ഈസ് ട്രൂ, it is still harmful, James says. The thing about slander is this, that it feeds our ego, and to feed my ego, I am putting somebody else down. And at worst, it can ruin someone's life. ഇവിടെ യാക്കോബ് പറയുന്ന ഈ വിഷയം, ഞാൻ ചില കാര്യങ്ങൾ വളരെ പെട്ടെന്ന് പറയാനായിട്ട് താല്പര്യപ്പെടുകയാണ്. പ്രത്യേകിച്ച് ഞാൻ 1-2 ആഴ്ചകൾക്ക് മുൻപ് ഒരു പുസ്തകം ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയായിരുന്നു. ചിലരത് വാങ്ങിയെന്നാണ് എൻ്റെ ചിന്ത. അതിൻ്റെ പേര് റെസ്പെക്റ്റബിൾ സിൻസ് എന്ന. റെസ്പെക്റ്റബിൾ സിൻസ്. അങ്ങനെയുള്ള പാപങ്ങളുണ്ടോ? നാം ശ്രദ്ധിച്ച് നോക്കിയാൽ അങ്ങനെയുള്ള പാപങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. ആ ഒരു ബുക്കിൻ്റെ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ഞാനൊന്ന് വായിപ്പാൻ ഞാൻ ആഗ്രഹിക്കുക. ഞാൻ ഇവിടെ ഒന്ന് ഡിസ്പ്ലേ ചെയ്യാൻ അത് എൻ്റെ ലാപ്ടോപ്പ് കൊണ്ടുവരാൻ മറന്നുപോയി. അതുകൊണ്ട് അത് ആരംഭിക്കുന്ന ഇങ്ങനെയാണ്: ഇഫ് യു ഹാവ് സ്പെൻറ്റ് എനി ടൈം
at all around churches, you know what sin is. It is the bad stuff. The wrong actions and attitudes that go against God. ചർച്ച വരുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം പാപമെന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം. പാപമെന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് വെരി ബാഡ്, വളരെ ചീത്തയായിട്ടുള്ള കാര്യമാണ്. And Jerry Bridges goes like this: murder is sin, right? Lying and cheating are sins. Sleeping around is sin. So is being greedy and exploiting people and ignoring the poor. അദ്ദേഹം ചില പാപങ്ങളുടെ പട്ടിക പറയുക, കാരണം നമ്മളതിനെ പാപങ്ങളെന്ന് എളുപ്പം മനസ്സിലാക്കും. And he says, most Christians I know would agree on those. So would many non-Christians. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ക്രിസ്ത്യൻസ് മാത്രമല്ല ഇത് സമ്മതിക്കുന്നത്, ഈ പറഞ്ഞതൊക്കെ ബാഡ് സ്റ്റഫാണെന്നുള്ളത് വീണ്ടും ജനിക്കാത്തവരും അംഗീകരിക്കുന്നതാകുന്നൊരു കാര്യമാണ്. But what about sin that isn't so obvious? What about the sin that we downplay or excuse or don't even notice in our lives? ഞാൻ ചോദിക്കുന്നത്, കൊല്ലുന്നതും അടിക്കുന്നതും ചീത്ത പറയുന്നതും ഒക്കെ പാപം, അത് പെട്ടെന്ന് മനസ്സിലാകും. എന്നാൽ പെട്ടെന്ന് കാണാൻ കഴിയാത്ത പാപങ്ങളുണ്ടല്ലോ, നമ്മൾ പലപ്പോഴും അതിനെ ഡൗൺ പ്ലേ ചെയ്യുകയാണ്. എന്നിട്ട് he says, that's what I call respectable sin, and it is what this book is all about. എന്നിട്ട് അദ്ദേഹം പറയുന്ന ഒരു കാര്യം, you could also call it sneaky sin or subtle sin or even good Christian sin, because it's the kind that trips up good, respectable, Bible-reading people. People who grew up in the church and gave their lives to Christ. People in Sunday school and youth group. He says, people like you, maybe, definitely people like me, most believers I know would never dream of murdering someone or robbing a bank. അദ്ദേഹം പറയുന്നേ, നമ്മളാരും ആരെയും കൊല്ലുന്നതിനെക്കുറിച്ചോ അല്ലെങ്കിൽ ഒരു ബാങ്ക് കൊള്ളയടിക്കുന്നതിനെക്കുറിച്ചൊന്നും ആരും ചിന്തിക്കത്തില്ല. But what about talking about someone behind his back? Or thinking we are better than someone else? അപ്പോൾ ബാങ്ക് കൊള്ളയടിക്കുന്നതോ മർഡറോ ഒന്നും നമ്മൾ ചെയ്യത്തില്ല. പക്ഷെങ്കിൽ പ്രസൻ്റ് അല്ലാത്ത ഒരുവൻ്റെ പുറകിൽ പലപ്പോഴും ബാഡ് ഇൻഫർമേഷനാണ്, തെറ്റായ ഇൻഫർമേഷനാണ്. അല്ല, ഇനി ശരിയാണെ പോലും why you want to talk about that? പ്രിയപ്പെട്ടവരെ, ഇതിനെക്കുറിച്ചാണ് യാക്കോബ് ഇവിടെ പറയുന്ന പാപം. നമ്മൾ ആ ഭാഗം ഒന്ന് ശ്രദ്ധിക്കണം. ഞാൻ ആ ബുക്കിൻ്റെ ഇൻട്രഡക്ഷൻ ഒന്ന് വായിച്ചത്. നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ആ ബുക്ക് വാങ്ങി ഒരു കോപ്പി വെറുതെ വീട്ടിൽ വായിച്ച് സൂക്ഷിച്ചാൽ പോരാ, നന്നായിട്ട് വായിക്കണം, നന്നായിട്ട് മനസ്സിലാക്കണം, പിന്നെയും വായിക്കണം, ഇടയ്ക്കിടയ്ക്ക് വായിക്കണം. ബൈബിൾ ആദ്യം വായിക്കണ്ടേ, എന്നാൽ നല്ല ബുക്സ് കേട്ടോ. എൻ്റെ കൈവശം അതിൻ്റെ സോഫ്റ്റ് കോപ്പിയാണ്. ഐ ഡോണ്ട് തിങ്ക് ഐ ക്യാൻ ഷെയർ ഇറ്റ് വിത്ത് യു ബിക്കോസ് ആമസോൺ കിൻഡിൽ ബുക്കാണത്. എനിവേ, അപ്പോൾ ഞാൻ ഈ പറഞ്ഞു വരുന്നത്, യാക്കോബ് ഇവിടെ പറയുന്നതാകുന്ന വിഷയം
നമ്മൾ മനസ്സിലാക്കണം. പല സന്ദർഭങ്ങളിലും ഈ ദൈവമക്കൾ ഗോസിപ്പ് ചെയ്യുന്നത് എങ്ങനെയാണെന്നറിയാമോ? ഗോസിപ്പ് ചെയ്യുന്ന ഒരു പ്രാർത്ഥനാ വിഷയമുണ്ടേ, ആ ഒരു ലേബലിലാണ് ഗോസിപ്പ് ചെയ്യുന്നത്. അപ്പോൾ യു ഫീൽ വെരി സ്പിരിച്വൽ. ഈ ജോൺ വെസ്ലിയുടെ ഒപ്പമുണ്ടായിരുന്ന ഒരു ജോൺ ഫ്ലെക്ചർ എന്ന ഒരു ദൈവഭൃതനുണ്ടായിരുന്നു. അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ വായിച്ചിട്ടുള്ളത് ഇങ്ങനെയാണ്. അദ്ദേഹത്തിൻ്റെ അടുക്കൽ പലരും ഈ ഗോസിപ്പും കൊണ്ട് ചെല്ലും. ഗോസിപ്പും കൊണ്ട് ചെല്ലുമ്പം സാധാരണഗതി അദ്ദേഹത്തിൻ്റെ അടുത്ത് അങ്ങനെ ആരും പോകാറില്ല. എന്നാൽ അറിയാതെ വല്ലവരും ചെന്നാൽ അദ്ദേഹം ചെയ്യുന്നൊരു പണിയുണ്ടായിരുന്നു. അദ്ദേഹം തൻ്റെ പ്രെയർ മാറ്റ് എടുത്ത് ഫ്രണ്ടിൽ അങ്ങോട്ട് വരിക. കമോൺ ലെറ്റ്സ് പ്രേ, കമോൺ ലെറ്റ്സ് പ്രേ. അപ്പോൾ അദ്ദേഹം എഴുതിയത് ഞാൻ വായിച്ചത്, മിക്കവാറും പുള്ളികൾ ഇത് കേൾക്കുമ്പോഴത്തേന് സ്ഥലം വിടും, പിന്നെ അത് പറയാൻ നിൽക്കത്തില്ല. പ്രിയപ്പെട്ടവരെ, നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഈ സംസാരിക്കുന്നത് മാത്രമല്ല കുഴപ്പം കേട്ടോ, കേൾക്കുന്നതും കുഴപ്പമാണ്. എന്തിനാ ഈ ചെവി വട്ടം പിടിച്ച് നടക്കുന്നത്? അതിൻ്റെ ആവശ്യം എന്താ? അതിൻ്റെ ആവശ്യം നമുക്കില്ലല്ലോ. അപ്പോൾ ഈ ഗോസിപ്പ് എന്നുള്ള ആ പാപമായിട്ട് ഏറ്റവും ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു പാപമാണ് സ്ലാൻഡർ. സ്ലാൻഡർ, ദുഷിക്കുക. സ്ലാൻഡർ എന്ന് പറഞ്ഞാൽ മേക്കിംഗ് എ ഫോൾസ് സ്റ്റേറ്റ്മെൻറ്റ് ഓർ മിസ്റിപ്രസെൻറ്റേഷൻ ദാറ്റ് ഡാമേജസ് അനദർ പേഴ്സൺസ് റെപ്യൂട്ടേഷൻ ടു ഗെയിൻ ആൻ അഡ്വാൻറ്റേജ് ഓവർ ദാറ്റ് പേഴ്സൺ. ഇത് ആക്ച്വലി ഈ പൊളിറ്റിക്കൽ ക്യാമ്പയിൻസിൽ നമ്മൾ കാണുന്നൊരു കാര്യമാണ്. പക്ഷേ നിർഭാഗ്യവശാൽ നമ്മുടെ പൊളിറ്റിക്കൽ ക്യാമ്പയിൻസിലും ഇതുണ്ട്. ഒരിക്കൽ നാട്ടിലൊരു സ്ഥലത്തൂടെ പോകുമ്പോൾ വലിയ തിരക്കവിടെ. പോലീസുകാരിൽ നിന്ന് വണ്ടി നിയന്ത്രിക്കുക, ഒരു മെയിൻ റോഡാണ്. ഞാനിങ്ങനെ വണ്ടർ ചെയ്ത് എന്തോ അവിടെ സംഭവിക്കുന്നത്. അപ്പുറത്തും ഇപ്പുറത്തും കാറുകൾ. അപ്പോൾ അവിടെ ഒത്തിരി പേര് നിന്ന് ഇങ്ങനെ പേപ്പർ കൊടുക്കുന്നു. ഞാൻ ഓർത്തു വല്ല ട്രാക്ക് ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കുമെന്ന് ആദ്യം ഞാൻ പറഞ്ഞു. ഇവിടെ ട്രാക്ക് ഡിസ്ട്രിബ്യൂഷൻ്റെ ആവശ്യം ഇല്ലല്ലോ. പിന്നെ ഞാൻ ആ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത സംഭവം കിട്ടിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇലക്ഷൻ ക്യാമ്പയിൻ. സ്ലാൻഡർ. ഇതാ ഞാൻ പറഞ്ഞത്, ഇത് റെസ്പെക്റ്റബിൾ സിന്ന. വി ഡോണ്ട് റിയലൈസ് ദ ഗ്രേവിറ്റി ഓഫ് ദ സിൻ. ഈ പാപത്തിൻ്റെ ഇതിൻ്റെ ഭയാനകത എന്തെന്ന് നമ്മൾ പലപ്പോഴും മനസ്സിലാക്കുന്നില്ല. ശ്രദ്ധിച്ച ഇത്, when was the last time you heard a Bible teaching or a sermon on this text? Let me see your hands. When was the last time? Yeah. You will not hear. പക്ഷെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, ദൈവത്തിൻ്റെ വചനം വളരെ സീരിയസാണ്. അതുകൊണ്ട് നമുക്ക് ഈ കാര്യം ഒന്ന് ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. We slander when we ascribe wrong motives to people, accuse our fellow Christians of not being godly enough, misrepresent another person's views without first determining what those views are, or blow other people's failings out of proportion. അപ്പോൾ ഈ സ്ലാൻഡർ എന്ന് പറയുന്നത്, ദൂഷണം എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് എ ഫോം ഓഫ് ലൈയിങ്. ഇത് ഭോഷ്കു പറയുന്നതിൻ്റെ മറ്റൊരു രൂപമാണ് ദൂഷണം. ദൂഷണം അത് നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്.
ഒന്നുകിൽ we make blatantly false statements, അല്ലെങ്കിൽ നമ്മൾ ചില കാര്യങ്ങൾ എക്സാജറേറ്റ് ചെയ്യും, അതിനെ ഊതിപ്പെരുപ്പിക്കും. അല്ലെങ്കിൽ we fail to tell the whole truth. ആ സത്യത്തിൻ്റെ മുഴുവൻ നമ്മൾ പറയത്തില്ല, ഒരു ഭാഗം മാത്രം, നമുക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ളത് പറയും. We don't speak the whole truth. അല്ലെങ്കിൽ there is something called white lies, വെളുത്ത കള്ളങ്ങളുണ്ട്, അതുപയോഗിക്കും. പ്രിയപ്പെട്ടവരെ, sins of the tongue can involve the way we talk to one another as well as the way we talk about one another. Okay? നാവിൻ്റെ പാപങ്ങളുടെ പട്ടികയിൽ നാം അന്യോന്യം സംസാരിക്കുന്നത് മാത്രമല്ല, അന്യോന്യം അപരനെക്കുറിച്ച് സംസാരിക്കുന്നതും പാപമാണ്. യാക്കോബ് അതാണ് ഇവിടെ പറയുന്നത്. Talking to sins include harsh words, sarcasm, insults, and ridicule, usually driven by impatience or anger and intended to put down, humiliate, or hurt others. നമ്മൾ പലപ്പോഴും ദ്വയാർത്ഥ പ്രയോഗത്തിലും പരിഹാസരൂപേണയും മറ്റുള്ളവരെ താഴ്ത്തിക്കെട്ടുവാൻ, അതാണ് അതിൻ്റെ ഇൻറ്റൻഷൻ, പറയുന്ന ആ പാപത്തിൻ്റെ പേരാണ് ദൂഷണം. നമുക്ക് വളരെ പെട്ടെന്ന്, ഞാനിത് ഇങ്ങനെ പറഞ്ഞു പോയാൽ ശരിയാകത്തില്ല, വേദഭാഗങ്ങളൊന്ന് ചിന്തിക്കാം. ഒന്ന്, ദ കോണ്ടെക്സ്റ്റ് ഓഫ് ദ ബൈബിൾ, ദൈവവചനത്തിൻ്റെ ആ ടോട്ടൽ കോണ്ടെക്സ്റ്റ് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. സങ്കീർത്തനം 50, 19, 20. ബൈ ദ വേ, ഇത് നമ്മൾ പറയുന്നത് മാത്രമല്ല, യാക്കോബിൻ്റെ കാലത്ത് ഫേസ്ബുക്ക് ഇല്ലായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഫേസ്ബുക്ക് ഉണ്ട്, അത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം. ഓക്കെ. നിന്റെ വായ് നീ ദോഷത്തിന് വിട്ടുകൊടുക്കുന്നു, നിന്റെ നാവ് വഞ്ചന പിണയ്ക്കുന്നു. നീ ഇരുന്ന് നിന്റെ സഹോദരന് വിരോധമായി സംസാരിക്കുന്നു, നിന്റെ അമ്മയുടെ മകനെ കുറിച്ച് അപവാദം പറയുന്നു. നോക്കുക. സോ ഹിയർ ദ psalmist identifies slander as the inherent wickedness of men and women. 101 സങ്കീർത്തനത്തിലേക്ക് വരാം. കാരണം ഞാൻ ചില വേദഭാഗങ്ങൾ പറഞ്ഞു പോയിട്ട് യാക്കോബിൻ്റെ ആ വേദഭാഗത്തേക്ക് നമുക്ക് പെട്ടെന്ന് വരണം. 101 സങ്കീർത്തനം, അതിൻ്റെ 5-ാം വാക്യം ഒന്ന് വായിച്ചേ. കൂട്ടുകാരനെ കുറിച്ച് ഏഷണി പറയുന്നവനെ ഞാൻ നശിപ്പിക്കും, ഉന്നത ഭാവവും നിഗളഹൃദയമുള്ളവനെ ഞാൻ സഹായിക്കില്ല. നോക്കുക, 5-ാം വാക്യത്തിൽ പറയുന്നു, കൂട്ടുകാരനെ കുറിച്ച് ഏഷണി പറയുന്നവനെ ഞാൻ നശിപ്പിക്കും. സാം നമ്പർ 101 വേഴ്സ് 5. എന്നാൽ അതിൻ്റെ 101 വേഴ്സ് 2 ഒന്ന് വായിച്ചേ. ഞാൻ നിഷ്കളങ്ക മാർഗത്തിൽ ശ്രദ്ധ വയ്ക്കും. ഓക്കെ, സോ I will focus on a blameless life. Okay? I will focus on what? A blameless life. If I am going to lead a blameless life, I cannot engage in slandering. Read the following verses. ഞാൻ നിഷ്കളങ്ക മാർഗത്തിൽ ശ്രദ്ധ വയ്ക്കും, എപ്പോൾ നീ എൻ്റെ അടുക്കൽ വരും, ഞാൻ എൻ്റെ വീട്ടിൽ നിഷ്കളങ്ക ഹൃദയത്തോടെ പെരുമാറും. നോക്കി അതിൻ്റെ ആ സ്റ്റെപ്പ് ഒന്ന് ശ്രദ്ധിച്ചേ. ഇറ്റ് ബിഗിൻസ് അറ്റ് ഹോം. ഞാൻ നിഷ്കളങ്ക മാർഗത്തിൽ ശ്രദ്ധ വയ്ക്കും, എപ്പോൾ നീ എൻ്റെ അടുക്കൽ വരും, ഞാൻ എൻ്റെ വീട്ടിൽ നിഷ്കളങ്ക ഹൃദയത്തോടെ പെരുമാറും. വക്രഹൃദയം എന്നോട് അകന്നിരിക്കും, ദുഷ്ടതയെ ഞാൻ അറിയുകയില്ല. സോ നിഷ്കളങ്ക മാർഗത്തിൽ, if my focus is on a blameless life,
then I cannot engage in slandering anybody. അതാണ് നമ്മളവിടെ വായിക്കുന്നത്. Proverbs chapter 10 and verse 18, പക മറച്ചു വെക്കുന്നവൻ പൊളിവായൻ, ഏഷണി പറയുന്നവൻ ഭോഷൻ. The one who conceals hatred has lying lips, and whoever utters slander is a fool. മത്തായിയുടെ സുവിശേഷത്തിലേക്ക് വരാം. മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം അതിൻ്റെ 36-ാം വാക്യം. എന്നാൽ മനുഷ്യൻ പറയുന്ന ഏത് നിസ്സാര വാക്കിനും ന്യായവിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. Look at that. Matthew 12:36. I tell you, on the day of judgment, people will give account for every careless word they speak. ഇതാണ് ആ ദൈവവചനത്തിൻ്റെ മുഴുവൻ കോണ്ടെക്സ്റ്റും നമ്മൾ ശ്രദ്ധിച്ചാൽ ഈ ഒരു വിഷയത്തെക്കുറിച്ച് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നത്. ഓക്കെ, സോ വി സെറ്റ് this particular topic in the context of the whole Bible. Now let us come to the context of James. നമുക്കിപ്പോൾ യാക്കോബിൻ്റെ ലേഖനത്തിലേക്ക് മടങ്ങി വരാം. നമ്മൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ യാക്കോബിൻ്റെ ലേഖനത്തിൻ്റെ 20% ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ നാവിനെ കുറിച്ച് സംസാരിക്കുന്നു. 20% of the book of James refers to tongue in some way. നമ്മൾ ശ്രദ്ധിച്ചാൽ 1-ാം അധ്യായം, 1st chapter verse 19, verse 26, and 3rd chapter the 3rd chapter 1 to 13. ഇവിടെ എല്ലാം തന്നെ നമ്മൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു കാര്യത്തെക്കുറിച്ച് യാക്കോബ് നമ്മളെ പഠിപ്പിക്കുന്നു. ഇപ്പോൾ നമ്മൾ ഈ 11ഉം 12ഉം വാക്യങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ ആ വേദഭാഗത്തിൻ്റെ കോണ്ടെക്സ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. 11ഉം 12ഉം വാക്യത്തിൻ്റെ ഇമ്മീഡിയറ്റ് കോണ്ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ, അതിൻ്റെ ഏറ്റവും അടുത്ത പശ്ചാത്തലമെന്ന് പറഞ്ഞാൽ 7 മുതൽ 10 വരെയുള്ളതാകുന്ന വേദഭാഗങ്ങളാണ്. അപ്പോൾ അവിടെ നമ്മൾ വായിക്കുന്നത് James speak about this sin. He points to this sin in our lives. In the context of humility, he addresses this. ആ 7 മുതൽ 10 വരെയുള്ളതാകുന്ന വേദഭാഗങ്ങളിൽ താഴ്മയെക്കുറിച്ച് നമ്മൾ വായിക്കുന്നു. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് യാക്കോബ് ഈ വിഷയത്തെക്കുറിച്ച് പറയുന്നത്. Presumably, because slander is a subtle form of self-exaltation. അതിൻ്റെ കാരണം നമ്മൾ അറിയാതെ തന്നെ നമ്മെ പ്രൊമോട്ട് ചെയ്യാനുള്ളതാകുന്ന ഒരു ഉപാധിയാണ് പലപ്പോഴും സ്ലാൻഡർ എന്ന് പറഞ്ഞാൽ, we all talk about not where we fail. We talk about the failures of others. In particular, in that area, we are not so bad. നമ്മൾ പലപ്പോഴും സംസാരിക്കുന്നത് വേറൊരുത്തൻ്റെ തെറ്റിനെക്കുറിച്ച് പറയുമ്പോൾ ആ തെറ്റ് നമ്മുടേതും കൂടെ ഉള്ളൊരു തെറ്റാണ് പറയുകയില്ല. എന്നാൽ അവൻ ഫെയിലായ തെറ്റും ഞാൻ ജയിച്ചിരിക്കുന്നതാകുന്ന ഒരു ശരിയും ഉള്ളപ്പോൾ അതിൻ്റെ വെളിച്ചത്തിൽ ഞാൻ സംസാരിക്കാൻ തുടങ്ങും. ടു പുട്ട് മീ in a better light in the sight of others. ഒരിക്കൽ ഒരു
വളരെ തെമ്മാടിയായിട്ട് ജീവിച്ച 2 സഹോദരന്മാർ. ഒരാളങ്ങ് മരിച്ചുപോയി. ഒരാൾ മരിച്ചപ്പം മറ്റേ സഹോദരൻ നല്ല തടിയനാകുന്ന മനുഷ്യൻ ചെന്ന് പാസ്റ്ററോട് പറഞ്ഞു, പാസ്റ്റർ, വെൻ യു ടേക്ക് ഹിസ് ഫ്യൂണറൽ, അദ്ദേഹത്തിൻ്റെ ഫ്യൂണറൽ നടത്തുമ്പം ഇയാൾ കാണിച്ച ഈ കാര്യങ്ങളൊന്നും അവിടെ പറഞ്ഞേക്കില്ല. പ്ലീസ് റെഫർ ടു ഹിം ആസ് എ സെയിൻറ്റ്. ഫ്യൂണറലിൻ്റെ സമയത്ത് ഇദ്ദേഹം തെമ്മാടിയാണെന്നൊന്നും പറഞ്ഞേക്കരുത്, അദ്ദേഹം ഒരു വിശുദ്ധനാണെന്നങ്ങ് പറഞ്ഞേക്കണമെന്ന് പറഞ്ഞു. പാസ്റ്റർ അല്പസമയം ചിന്തിച്ചിരുന്നു. ഓക്കെ, ഐ വിൽ ഡു ദാറ്റ്. ഫ്യൂണറലിൻ്റെ ദിവസം വന്നു. ഫ്യൂണറൽ നടത്താൻ പോവുക. പാസ്റ്റർ പറഞ്ഞു, ദ മാൻ യു സീ ഇൻ ദ കോഫിൻ is a wicked person. He was a drunkard. He was a gangster. He was a terror on our streets. And you can, every conceivable evil he has done. But when you compare with his twin brother, who is still living, he is a saint. പലപ്പോഴും ഞാനത് പറഞ്ഞതിൻ്റെ താല്പര്യം, ഈ സ്ലാൻഡർ വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നറിയാം? നമ്മളെ ഒരു ബെറ്റർ ലൈറ്റിൽ പ്രസൻറ്റ് ചെയ്യുക, അതിന് മറ്റുള്ളവൻ്റെ പോരായ്മകളെ നമ്മൾ എടുത്തു പറയുക. ഇതാ പലപ്പോഴും സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് ഈ സെൽഫ് എക്സോൾട്ടേഷൻ്റെ കൂടെ ചേർന്ന് പോകുന്നതാണ് when we talk evil about others. അങ്ങനെയാണ് പലരും ഈ കാര്യം അച്ചീവ് ചെയ്യുന്നത്. പക്ഷെങ്കിൽ ഇതിൻ്റെ പ്രശ്നം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പല സന്ദർഭങ്ങളിലും when we slander people, they are not there to defend their side. അവരുടെ വശം പറയാൻ അവരില്ല. we slander. പ്രിയപ്പെട്ടവരെ, നിശ്ചയമായിട്ടും ഈ ഒരു കാര്യം we all engage in slander in one way or the other. In other words, it is not impossible for us to slander, but it is not becoming of a child of God. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് ഇമ്പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമല്ല. പക്ഷെങ്കിൽ ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ച് ഇത് ചേരുന്നൊരു കാര്യമല്ല. അവിടെ ശ്രദ്ധിച്ചേ, യാക്കോബ് പറയുന്നത്, സഹോദരന്മാരെ അന്യോന്യം ദുഷിക്കരുത്. അപ്പോൾ ഞാൻ മറ്റൊരുവനെക്കുറിച്ച് എൻ്റെ സ്റ്റോക്ക് ഉയർത്താൻ വേണ്ടി ഞാൻ സംസാരിക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താ? ഞാൻ എൻ്റെ സഹോദരനെ പുട്ട് ഡൗൺ ചെയ്യുകയാണ്, അവനെ താഴ്ത്തുകയാണ്. പല സന്ദർഭങ്ങളിലും ഈ കാര്യം നമ്മൾ ഓർക്കാറില്ല. We simply forget who we are in the Lord Jesus Christ. യേശു കർത്താവിൽ ആരാണെന്നുള്ളത് നമ്മൾ ഓർക്കുന്നില്ല. അന്നേരത്തെ നമ്മുടെ കാര്യങ്ങൾക്കു വേണ്ടി നമ്മൾ എന്തും പറയും. ദൈവവചനം എത്ര ക്ലിയറാണ്. ഞാനതാ പറയുന്നത്, ഇങ്ങനെയുള്ള പ്രസംഗങ്ങളൊന്നും ആരും പൊതുവെ പ്രസംഗിക്കാറില്ല. അതിൻ്റെ കാരണം ഉണർവില്ലെന്ന് തന്നെ കാര്യം. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനം നമ്മൾ മനസ്സിലാക്കണം. ഇത് പല സന്ദർഭങ്ങളിലും ദൈവവചനം നമ്മുടെ ഹൃദയത്തിൽ വളരെ പ്രാധാന്യത്തോടെ ദൈവം നൽകിയിരിക്കുന്നതാകുന്ന കൽപ്പനകളെ നമ്മൾ മറക്കുക. ലേവ്യ പുസ്തകം, ലെവിറ്റിക്കസ്
19 verse 16. ഒന്ന് വായിച്ചോളൂ. നിന്റെ ജനത്തിന്റെ ഇടയിൽ ഏഷ്ണി പറഞ്ഞു നടക്കരുത്, കൂട്ടുകാരന്റെ മരണത്തിനായി നിഷ്കർഷിക്കരുത്, ഞാൻ യഹോവയാകുന്നു. അവർ കൊടുത്ത കമാൻഡിന്റെ കൂട്ടത്തിലുള്ള കാര്യമായത്. അതാ ഞാൻ പറഞ്ഞേ, റൈറ്റ് ഫ്രം ദ ബിഗിനിങ് ടു ദ എൻഡ് ഈ കാര്യം വളരെ. ഇനി നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഇഫ് സംബഡി ഗോസിപ്സ് about someone to you, let me tell you something. Do not encourage that. അതിൻ്റെ കാരണം എന്താണെന്നറിയോ? ആരേലും എന്നോട് പൊതുവെ ആരും അങ്ങനെ പറയാറില്ല. കാരണം ഞാനത് ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ ദാറ്റ്. അതുകൊണ്ടാണ്. നിങ്ങളാരും എന്നോട് പറഞ്ഞിട്ടില്ല. ഓക്കെ, നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. നമ്മളോട് ഗോസിപ്പ് ചെയ്യുന്ന ഒരാൾ നമ്മളെക്കുറിച്ചും ഗോസിപ്പ് ചെയ്യും. ഹൗ അബൌട്ട് ദാറ്റ്? കേട്ടോ, നമ്മളോട് ഗോസിപ്പ് ചെയ്യാൻ വരുന്നയാൾ, നിങ്ങൾ മനസ്സിലാക്കണം, നമ്മളെക്കുറിച്ചും ഗോസിപ്പ് ചെയ്യും. അതുകൊണ്ട് അത് കേൾക്കാതിരിക്കുന്നതാണ് നല്ലത്. ഓക്കെ, ഈ കാര്യം that we all are guilty in this regard cannot be denied. ഇത് ഒരു എന്താ പറയുന്നേ, ഒരു ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻ അല്ല യാക്കോബ് ഇവിടെ പറയുന്നത്. ഒന്ന് രണ്ട് വേദഭാഗങ്ങൾ ഞാൻ നിങ്ങളെ ഒന്ന് ചൂണ്ടിക്കാണിപ്പാനായിട്ട് താല്പര്യപ്പെടുകയാണ്. 2 കൊരിന്ത്യർ 12:21 വായിക്കാമോ? 2 Corinthians chapter 12 verse 20 following. ഞാൻ വരുമ്പോൾ ഞാൻ ഇച്ഛിക്കാത്ത വിധത്തിൽ നിങ്ങളെ കാണുകയും നിങ്ങൾ ഇച്ഛിക്കാത്ത വിധത്തിൽ എന്നെ കാണുകയും ചെയ്യുമോ എന്നും പിണക്കം, ഈർഷ്യ, ക്രോധം, ശാഠ്യം, ഏഷണി, കുശുകുശുപ്പ്, നിഗളം, കലഹം എന്നിവ ഉണ്ടാകുമോ എന്നും ഞാൻ പോൾ ഇവിടെ പറയുന്ന കാര്യം ശ്രദ്ധിക്കണം. ഇത് ഉണ്ടാകുമോ എന്ന് ഞാൻ ഖേദിക്കുക, ഞാൻ ഭയപ്പെടുകയാണ്. 1 പത്രോസ് 2:1 വായിച്ചോളൂ. 1 Peter 2 verse 1. 1 Peter 2 verse 1. ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതിവും വ്യാജഭാവവും അസൂയയും എല്ലാ നുണയും നീക്കിക്കളഞ്ഞ്. ശ്രദ്ധിച്ചേ, ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതിവും വ്യാജഭാവവും അസൂയയും എല്ലാ നുണയും നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ. അപ്പോൾ ബൈബിൾ ക്ലാസ് പഠിക്കേണ്ടതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്താ? റിമൂവ് ഓൾ ദോസ് തിങ്സ്. അത് നീക്കിക്കളഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനം എന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പി. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, പണ്ട് കാലത്തൊക്കെ ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ ഈ വരശല്യം ഉണ്ടായിരുന്നു. അപ്പോൾ എന്തോ കഴിച്ചാലും ശരീരത്തിൽ പിടിക്കുകയില്ല. അപ്പം അതിന് ഒരു മരുന്ന് കൊടുക്കുമായിരുന്നു, വരയെല്ലാം മാറ്റാൻ വേണ്ടി. നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊന്നും ഇത് അറിയത്തില്ല. അത് കഴിഞ്ഞ് അല്ലാതെ എന്നെ കൊടുത്താലും അയ്യോ ഇവനൊരു കഴകം പിടിക്കുന്നില്ലല്ലോ എന്നൊക്കെയാണ് പറയുന്നത്, അല്ലേ? പ്രശ്നം എന്തുവാ? വരയുടെ ശല്യമുണ്ട്. സ്പിരിച്വലി വരയുടെ ശല്യമുള്ളവർ ഒത്തിരി പേരുണ്ട്. അപ്പോൾ പത്രോസ് പറയുന്നത്, ആദ്യം ആ വരശല്യം ഒന്ന് മാറ്റിയിട്ട് നല്ല പാലങ്ങോട്ട് കൊടുക്കുക. അപ്പോൾ എന്ത് പറ്റും? നല്ല പുഷ്ടിയോടെ വളർന്നു വരും. ഓക്കെ, അവിടെ പറയുന്ന ആ കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. വി ഷുഡ് ടേക്ക് ഇറ്റ് ഓൾ സീരിയസ്ലി, വെരി സീരിയസ്ലി. ഇനി ദൈവം, ഗോഡ് ടേക്സ് ദ സിൻ ഓഫ് സ്ലാൻഡർ വെരി സീരിയസ്ലി. 1 കൊരിന്ത്യർ 5:11 ഒന്ന് വായിച്ചോളൂ. 5:11. എന്നാൽ സഹോദരൻ എന്ന് വിളിക്കപ്പെട്ട ഒരുവൻ ദുർനടപ്പുകാരനോ അത്യാഗ്രഹിയോ വിഗ്രഹാരാധിയോ ദൂഷകനോ മദ്യപനോ
പിടിച്ചുപറിക്കാരനോ ആകുന്നുവെങ്കിൽ. ആ ട്രാൻസ്ലേഷൻ എനിക്ക് ഇഷ്ടപ്പെട്ടു. എൻ്റെ പഴയ ട്രാൻസ്ലേഷനിൽ വാവിഷ്ടാണക്കാരൻ എന്നാണ് പറയുന്നത്. ശ്രദ്ധിച്ചേ, ദുർനടപ്പ്, അത്യാഗ്രഹം, വിഗ്രഹാരാധന, അടുത്തത് ദൂഷണം. അപ്പോൾ വിഗ്രഹാരാധനയും അത്യാഗ്രഹവും ദുർനടപ്പുമൊക്കെ നമ്മൾ പാപമായിട്ട് കരുതുന്നുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ വചനം പറയുന്നത് എന്താ? ദൂഷണവും അതേ കാറ്റഗറിയിൽപ്പെട്ടതാണെന്ന് മാത്രമല്ല പോൾ തുടർന്ന് പറയുന്നത് ശ്രദ്ധിച്ചേ. മദ്യപനോ പിടിച്ചുപറിക്കാരനോ ആകുന്നുവെങ്കിൽ അവനോട് സംസർഗം അരുത്. ശ്രദ്ധിച്ചേ, ദുർനടപ്പ്, അത്യാഗ്രഹം, വിഗ്രഹാരാധന, പിടിച്ചുപറി, പിന്നെ മദ്യപൻ, ഈ പാപങ്ങളുടെ കൂട്ടത്തിൽ കൂട്ടിയിരിക്കുന്ന ഒരു പാപമാണ് ഏത്? ദൂഷണം. അതാ ഞാൻ മുമ്പേ പറഞ്ഞത്. മറ്റേ പാപങ്ങളെല്ലാം പാപങ്ങളായിട്ട് നമ്മൾ പെട്ടെന്ന് മനസ്സിലാകും. പക്ഷേ ഇത് ഈ മദ്യപാനം പോലെ അത്ര റെസ്പെക്റ്റ് ഇല്ലാത്ത പാപമല്ല. അതാ ഞാൻ പറയാം, റെസ്പെക്റ്റബിൾ സിന്ന. ഇത് ഇച്ചിരി ബഹുമാനം ഒക്കെയുള്ള പാപമാണ്, ആദരിക്കപ്പെടുന്ന പാപമാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെയുള്ളവരോടുകൂടെ ഭക്ഷണം കഴിക്കുക പോലും അരുതെന്ന്. അയ്യോ! അപ്പോൾ നിങ്ങൾ അതിൻ്റെ ആ സീരിയസ്നെസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ വേദഭാഗം വായിച്ചത്. ഹൗ സീരിയസ്ലി ഗോഡ് വ്യൂസ് ദ സിൻ ഓഫ് സ്ലാൻഡർ. ഹൗ സീരിയസ്ലി. മദ്യപനെ പോലെ, വിഗ്രഹാരാധിയെ പോലെ, അത്യാഗ്രഹിയെ പോലെ, ദുർനടപ്പുകാരനെ, ഇമ്മോറാലിറ്റിയിൽ ജീവിക്കുന്നവനെ പോലെയാണ് ദൂഷകനെ ദൈവം കാണുന്നത്. മനസ്സിലാക്കണം, ആ പാപത്തിന് ഈക്വലാണ് ദൂഷണം. അതുകൊണ്ട് ഇത് മാറിപ്പോകണം. അതാണ് യാക്കോബ് ഇവിടെ പറയുന്നത്. അങ്ങനെയാണ്, ഇൻ ഒബീഡിയൻസ് ടു ദ വേർഡ് ഓഫ് ഗോഡ് ആൻഡ് ഇൻ സബ്മിഷൻ ടു ദ സ്പിരിറ്റ് ഓഫ് ഗോഡ്. നിശ്ചയമായിട്ടും ദൈവവചനത്തിന് നമ്മൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ കീഴ്പ്പെടുമ്പോൾ മാത്രമേ ഈ പാപങ്ങളെ നമുക്ക് കീഴടക്കുവാൻ കഴിയത്തുള്ളൂ. നമ്മളെന്താ ചെയ്യേണ്ടത്? വേഴ്സ് 9 കർത്താവിന്റെ സന്നിധിയിൽ താഴുവിൻ, എന്നാൽ അവൻ നിങ്ങളെ ഉയർത്തും. സങ്കടപ്പെട്ട് ദുഃഖിച്ച് കരയുവിൻ. സങ്കടപ്പെട്ട് ദുഃഖിച്ച് കരവീൻ. Be wretched and mourn and weep. Let your laughter be turned to mourning and your joy to gloom. ഒന്നാമത്തെ കാര്യം, see, since God sees the sins very seriously, first of all, we need to repent. In other words, we need to take seriously what God takes seriously. To call sin a sin. സ്ലാൻഡർ എന്ന് പറയുന്നത് ഏത് ഫോമിലും ആയിക്കോട്ടെ അത് പാപമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. നാം ദൈവസന്നിധാനത്തിൽ താഴണം. നിശ്ചയമായിട്ടും we shouldn't use our mouth for evil, but rather for good. ഒരു വേദഭാഗം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. എഫേസ്യർ 4:29 വായിച്ചോളൂ. കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മീക വർധനയ്ക്കായി നല്ല വാക്കല്ലാതെ ആകാത്തതൊന്നും നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടരുത്. നോക്കുക, അവിടെ ആ എഫേസ്യ ലേഖനം നമ്മൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അവിടെ അപ്പോസ്തലൻ ആദ്യം മുകളിൽ പറയുന്ന കാര്യം, ഹൗ വി ഷുഡ് യൂസ് അവർ ഹാൻഡ്സ് ഫോർ ഗുഡ്. ഓക്കെ, നമ്മുടെ കൈകൊണ്ട് കള്ളനിനെയും കക്കാതെ
മറ്റുള്ളവർക്ക് ലഭിക്കേണ്ടതിന് ആ കാര്യം പറഞ്ഞിട്ട് അത് പറഞ്ഞ് താഴോട്ട് വന്നിട്ട് താൻ പറയുകയാണ്, കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മീയ വർധനയ്ക്കായി നല്ല വാക്കല്ലാതെ ആകാത്തൊന്നും നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടരുത്. അപ്പോൾ ദി അപ്പോസ്റ്റൽ ടേൺസ് ഫ്രം ദ യൂസ് ഓഫ് അവർ ഹാൻഡ്സ് ടു ദ യൂസ് ഓഫ് അവർ മൗത്ത്സ്. നാം ഒരു കാര്യം മനസ്സിലാക്കണം. സ്പീച്ച് എന്ന് പറയുന്നത്, സ്പീച്ച് ഈസ് എ വണ്ടർഫുൾ ഗിഫ്റ്റ് ഫ്രം ഗോഡ്. ഇറ്റ് ഈസ് വൺ ഓഫ് അവർ ഹ്യൂമൻ capabilities that reflect our likeness to God. നമ്മൾ മനസ്സിലാക്കണം, ദൈവത്തിൻ്റെ സാദൃശ്യത്തോട് റിഫ്ലക്റ്റ് ചെയ്യുന്ന യുണീക്ക് ഹ്യൂമൻ കേപ്പബിലിറ്റിയാണ് സ്പീച്ച് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഈ ആനിമൽ കിങ്ഡത്തിൽ നിന്നും മനുഷ്യനെ വ്യത്യസ്തനാക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, പല കാര്യങ്ങളുണ്ട്, അതിലൊന്ന് സ്പീച്ചാണ്. സ്പീച്ച്. ഇവിടെ അപ്പോസ്തലനാകുന്ന പൗലോസ് അവിടെ ഉപയോഗിക്കുന്ന ആ പദപ്രയോഗം നമ്മളൊന്ന് ശ്രദ്ധിക്കണം. ലെറ്റ് നോ ഈവിൾ ടോക്ക് കം ഔട്ട് ഓഫ് യുവർ മൗത്ത്സ്. അവിടെ പൗലോസ് ആ ഈവിൾ എന്നുപയോഗിക്കുന്ന വാക്ക്, ഇറ്റ് ഈസ് എ വേർഡ് യൂസ്ഡ് ഓഫ് റോട്ടൻ ട്രീസ് ആൻഡ് റോട്ടൻ ഫ്രൂട്ട്. അഴുകിയ പഴങ്ങളെക്കുറിച്ചും അഴുകുന്ന വൃക്ഷങ്ങളെക്കുറിച്ചും ഉപയോഗിക്കാനായിട്ട് പ്രത്യേകമായിട്ട് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഈവിൾ എന്നുള്ളതാകുന്ന ആ വാക്കിന് പൗലോസ് ആ മൂലഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നിശ്ചയമായിട്ടും ആ റോട്ടൻ ടോക്ക് എന്ന് പറയുമ്പോൾ അത് വെദർ ഇറ്റ് ഈസ് ഡിസോണസ്റ്റ്, അൺകൈൻഡ് ഓർ വൾഗർ ഓർ സർക്കാസ്റ്റിക്, ഇത് പറയുമ്പോൾ ഹ്യൂമർ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഹ്യൂമർ ഈസ് ക്ലീൻ, ഹ്യൂമർ ഈസ് ദർ, അതിനെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. റോട്ടൺ ടോക്ക്, അതായത് അങ്ങനെയുള്ളതാകുന്ന ആ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ട് അപ്പോസ്തലനാകുന്ന പൗലോസ് പറയുകയാണ്, കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ നല്ല വാക്കല്ലാതെ ആകാത്തത് ഒന്നും നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടരുത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് ഹാസ് ടോട്ട് ദ ഇമ്പോർട്ടൻസ് ഓഫ് അവർ സ്പീച്ച്. ഒരു വേദഭാഗം പെട്ടെന്നൊന്ന് വായിക്കണം. മത്തായിയുടെ സുവിശേഷം അതിൻ്റെ 12-ാം അധ്യായം, നമ്മൾ നേരത്തെ ആ വേദഭാഗം ഒന്ന് ശ്രദ്ധിച്ചതാ, 33-ാമത്തെ വാക്യം ഒന്ന് വായിച്ചോളൂ. ഒന്നെങ്കിൽ വൃക്ഷം നല്ലത്, ഫലവും നല്ലത് എന്ന് വെപ്പീൻ, അല്ലായെങ്കിൽ വൃക്ഷം ചീത്ത, ഫലവും ചീത്ത എന്ന് വെപ്പീൻ. ഫലം കൊണ്ടല്ലോ വൃക്ഷത്തെ അറിയുന്നത്. സർപ്പസന്തതികളെ, നിങ്ങൾ ദുഷ്ടരായിരിക്കെ നല്ലത് സംസാരിപ്പാൻ എങ്ങനെ കഴിയും? ഹൃദയം നിറഞ്ഞു കവിയുന്നതിൽ നിന്നല്ലോ വായ് സംസാരിക്കും. ശ്രദ്ധിക്കണം. സോ our words reveal what is the condition of our heart. നമ്മുടെ വാക്കുകൾ റിവീൽ ചെയ്യുന്നത്, വെളിപ്പെടുത്തുന്നത് നമ്മുടെ ഹൃദയത്തിൻ്റെ അവസ്ഥ എന്താണ് എന്നുള്ളതാണ്. പിന്നെ നമ്മൾ കണ്ടു കർത്താവിടെ തുടർന്ന് പറയുന്ന ഒരു കാര്യം, മനുഷ്യൻ പറയുന്ന ഏത് നിസ്സാര വാക്കിനും ന്യായവിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടതാണ് എന്നവിടെ നമ്മൾ വായിക്കുന്നു. ഇവിടെ എഫെസ്യ ലേഖനത്തിൽ ഈ വേദഭാഗം നമ്മൾ ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു കാര്യം 29-ാമത്തെ വാക്യം പറഞ്ഞേച്ച് 30-ാം വാക്യം ഒന്ന് വായിച്ചേ. 4:30. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, അവനാലല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നത്. നോക്കിക്കേ. അപ്പോൾ നാം ഒരു കാര്യം മനസ്സിലാക്കണം. ബിഹൈൻഡ് ദ ആക്ടിവിറ്റീസ് ഓഫ് human beings there are invisible personalities present, either the devil
or the Holy Spirit. അതുകൊണ്ടാണ് നമ്മൾ മുകളിൽ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ പിശാചിന് ഇടം കൊടുക്കരുത്. എങ്ങനെയാണ് പിശാചിന് ഇടം കൊടുക്കുന്നത് എന്ന് നമ്മളവിടെ വായിക്കുന്നുണ്ട്. പിശാചിന് ഇടം കൊടുക്കുന്നത് ഏത് നിലയിലാണ് എന്നുള്ളത് 25-ാമത്തെ വാക്യം മുതൽ വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ 27-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നു പിശാചിന് ഇടം കൊടുക്കരുത്. എന്നാൽ 30-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നമ്മളവിടെ വായിക്കുന്നു, ഡു നോട്ട് ഗ്രീവ് ദ ഹോളി സ്പിരിറ്റ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. Now, what grieves the Holy Spirit? Since He is the Holy Spirit, His name is holy, He is always grieved by unholiness. Since He is the one Spirit, He is always grieved within the divisions of the body of Christ. Because 2:18, 4:4 ഒക്കെ നമ്മൾ വായിക്കുന്നത് one spirit. So disunity gives him grief. Any unholiness gives him grief. Anything that is incompatible with the purity and unity of the church grieves the Holy Spirit. അത് നമ്മൾ മനസ്സിലാക്കണം. ദൈവസഭയുടെ വിശുദ്ധിക്കും ഒരുമയ്ക്കും വിഘാതമായി വരുന്നതെല്ലാം പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്നതാണ്. പിന്നെ He is the Spirit of truth. So every lie, every rotten speech grieves the Holy Spirit. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സത്യത്തിൻ്റെ ആത്മാവാകൊണ്ട് എല്ലാ ആകാത്ത വാക്കുകളും എല്ലാ അശുദ്ധിയും പരിശുദ്ധാത്മാവിനെ ഗ്രീവ് ചെയ്യുന്നു. ഓക്കെ, ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കണം. It has to begin in our heart and it should be practiced in the family first. അത് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ഹൃദയത്തിൽ തുടങ്ങണം, കുടുംബത്തിൽ അത് പ്രാവർത്തികമാകണം. നമ്മുടെ സ്പൗസിനെ തോന്നിയ പോലെ റെസ്പെക്റ്റ് ഇല്ലാതെ, റെസ്പെക്റ്റ് എന്ന് പറയുമ്പോൾ ആവശ്യമില്ലാത്ത പദങ്ങൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഈ ഫിസിക്കൽ അബ്യൂസ് മാത്രമല്ല അബ്യൂസ്, വെർബൽ അബ്യൂസ് ഉണ്ട്. ഓക്കെ, ഇഫ് ദർ ഈസ് വെർബൽ അബ്യൂസ് within the family, you grieve the Holy Spirit. It doesn't matter how much you jump. It doesn't matter. You grieve the Holy Spirit. I know ഈ കാര്യങ്ങളൊന്നും പൊതുവെ അഡ്രസ്സ് ചെയ്യാൻ ആരും ഇഷ്ടപ്പെടുന്നില്ല. ഒന്ന്, ഇത് നമ്മളെ തന്നെ ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കും. വി ആർ ഓൾ ഗിൽറ്റി അബൌട്ട് ദാറ്റ്. ബട്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കഴിഞ്ഞ 1-2 ദിവസങ്ങളിൽ ഞാനത് പ്രത്യേകം സൂചിപ്പിച്ചു. ഒരു സഭയുടെ ആ ന്യൂക്ലിയസ് എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? ഒരു കുടുംബം. If family is right in God's sight, church will flourish. നിശ്ചയമായിട്ടും കുടുംബത്തിൽ അവിടെയാണ് നമ്മൾ ഈ കാര്യങ്ങൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടത്. അവിടെയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ കൺട്രോൾ ചെയ്യേണ്ടത്. അവിടെ we should begin there.
അവിടെ നമ്മൾ ആരംഭിക്കണം. ഓക്കെ, ഇത് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ അവനാലല്ലോ വീണ്ടെടുപ്പിൻ നാളിലേക്ക് നമ്മളെ മുദ്രയിട്ടിരിക്കുന്നത്. 1:13 എഫെസ്യർ 1:13 ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ മുദ്രയിടിയിൽ ഇറ്റ് ഹാപ്പൻസ് അറ്റ് ദ ബിഗിനിങ് ഓഫ് അവർ ക്രിസ്ത്യൻ വാക്ക്. നമ്മളെ ആത്മാവിനാൽ മുദ്രയിട്ടെന്നാണ് പറഞ്ഞേക്കുന്നത്. ഇവിടെ പൗലോസ് പറയുന്നത് വീണ്ടെടുപ്പിൻ നാളിലേക്ക് ആണ് ആ മുദ്ര ഇട്ടേക്കുന്നത്. അപ്പോൾ ആ ബിഗിനിങ്ങിലും വീണ്ടെടുപ്പ് നാളിൻ്റെ ഇടയിൽ നമ്മുടെ ഓൺലി ഓൺ ദാറ്റ് ഡേ ഓഫ് redemption, our liberation will be complete. Until then, since we have been sealed by the Holy Spirit for the day of redemption, we shouldn't grieve the Holy Spirit of God. നേരെ മറിച്ച് we have to grow in Christ likeness. ക്രിസ്തുവിനോടുള്ളതാകുന്ന അനുരൂപതയിൽ നാം വളരണം. നമ്മൾ പലപ്പോഴും ഈ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആ കാര്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. 1-2 കാര്യങ്ങൾ. നമ്മൾ പല കാര്യങ്ങളും we need to ask ourselves some questions before we speak. Number 1, will what I am about to say tend to tear down or build up the person I want to talk about? അതായിരിക്കണം ഒന്നാമത്തെ കാര്യം. ഞാൻ പറയാൻ പോകുന്ന കാര്യം ഇന്നാളെപ്പോലെ ഇന്ന വിഷയം അല്ല ഇത് ഞാൻ പറയാൻ വന്നു, അത് മറ്റൊരാളെ ബിൽഡപ്പ് ചെയ്യുമോ അതോ അവനെ തകർക്കുമോ? 2, ഈസ് ഇറ്റ് ട്രൂ? അത് സത്യമാണോ? 3, ഈസ് ഇറ്റ് കൈൻഡ്? അത് ദയുള്ള കാര്യമാണോ? അടുത്തതായിട്ട്, ഡസ് ഇറ്റ് നീഡ് ടു ബി സെഡ്? അത് പറയേണ്ട കാര്യമാണോ? യേശു കർത്താവ് പറഞ്ഞു, ഔട്ട് ഓഫ് ദ അബണ്ടൻസ് ഓഫ് അവർ ഹാർട്ട് ദ മൗത്ത് സ്പീക്സ്. അപ്പോൾ നമ്മുടെ നാവ് സംസാരിക്കുന്നെങ്കിലും സത്യത്തിൽ നമ്മുടെ പ്രോബ്ലം നമ്മുടെ ഹൃദയത്തിൻ്റെയാണ്. ടങ് ഈസ് ഓൺലി ആൻ ഇൻസ്ട്രുമെൻറ്റ് ഓഫ് വാട്ട് ഈസ് റിയലി ദർ ഇൻ അവർ ഹാർട്ട്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, ദിസ് ഈസ് എ റിയൽ സിൻ. സ്ലാൻഡറിങ്. അതുകൊണ്ടാണ് അവിടെ യാക്കോബ് പറയുന്നത്, സഹോദരന്മാരെ നിങ്ങൾ എന്ത് ചെയ്യരുത്? അന്യോന്യം ദുഷിക്കരുത്. തൻ്റെ സഹോദരനെ ദുഷിക്കുകയും വിധിക്കുകയും ചെയ്യുന്നവൻ ന്യായപ്രമാണത്തെ എന്ന് പറഞ്ഞാൽ വി അസ്യൂം ദ പ്ലേസ് ഓഫ് ഗോഡ്. നമ്മൾ ദൈവത്തിന്, കാരണം ജഡ്ജ്മെൻ്റലിസം എന്താണെന്നുള്ളത് അടുത്ത ആഴ്ച ഞാൻ പറയാം. അത് മിസ്റ്റേക്ക് ചെയ്യല്ല കേട്ടോ. ജഡ്ജ്മെൻ്റലിസം ഇത് ദുരുപദേഷ്ടാക്കന്മാർ ഉപയോഗിക്കുന്നൊരു വാക്ക്. ഡോണ്ട് ജഡ്ജ്. നോ, അതിനെക്കുറിച്ചല്ല ഇത്. എന്ന് പറഞ്ഞാൽ അവർ കാണിക്കുന്ന തോന്നിയാവാസം ഒന്നും ജഡ്ജ് ചെയ്യല്ലെന്ന്. ജഡ്ജ് ചെയ്യണമെന്നാണ് കർത്താവ് പറഞ്ഞത്. അപ്പോൾ ജഡ്ജ് ചെയ്യേണ്ടതുണ്ട്, ചെയ്യേണ്ടാത്തതുണ്ട്, അത് രണ്ടുമുണ്ട്. ഓക്കെ, അപ്പോൾ നിശ്ചയമായിട്ടും ഈ കാര്യം നമ്മെ തന്നെ ഒന്ന് പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. എനിക്കറിയാം ഇത് നമ്മളെല്ലാവരും തന്നെ സംവേർ ഓർ ദി അതർ വി ആർ ഓൾ ഗിൽറ്റി ഓഫ് ദാറ്റ്. പക്ഷെങ്കിൽ യാക്കോബിൻ്റെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ തന്നെ ദൈവസന്നിധാനത്തിൽ നമുക്ക് താഴാൻ കഴിയാം. മോൺ ആൻഡ് വീപ്പ്. ലോർഡ്, ഞാൻ എൻ്റെ നാവ്, അവിടുത്തെ പരിശുദ്ധാത്മാവ് എന്നെ മറ്റുള്ളവരെ കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ നല്ലതല്ലാതെ ആകാത്തതൊന്ന് എൻ്റെ വായിൽ നിന്ന് പുറപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് നാം നമ്മെ തന്നെ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ആൻഡ് നമ്മുടെ ഇത് ഈ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സ്പിരിറ്റ് ഫിൽഡ് ലൈഫ് ആരംഭിക്കുന്നത് കുടുംബത്തിൽ നിന്നാണ്, അല്ലാതെ ഇവിടുന്ന് അങ്ങോട്ടല്ല. കുടുംബത്തിൽ നിന്ന്, വീട്ടിൽ നിന്നാണ് തുടങ്ങേണ്ടത്. അതുകൊണ്ടാണ് എഫെസ്യൻസിൽ അത് വളരെ ക്ലിയറാണ്. ആത്മാവ് നിറഞ്ഞവരായി എന്ന് പറഞ്ഞേച്ചാണ് താഴോട്ട്. ഭർത്താക്കന്മാരെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പേൻ, ക്രിസ്തു സഭയെ അതെല്ലാം നോക്കി.
അതെല്ലാം ഇറ്റ് ബിഗിൻസ് അറ്റ് ഹോം. അവിടെയാണ് അത് ആരംഭിക്കേണ്ടത്. അങ്ങനെ അത് തുടങ്ങിയാൽ തിങ്സ് വിൽ ചേഞ്ച്. ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ ചേഞ്ച്. പക്ഷെങ്കിൽ യാക്കോബ് പറയുന്ന ആ കാര്യം, ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ താഴാൻ നമുക്ക് കഴിയണം. വി ഷുഡ് കോൾ സിൻ എ സിൻ. അതിനെ മറ്റൊന്നും പേരിട്ട് വിളിക്കണ്ട. കാരണം ദൈവവചനം അതിനെ ഏറ്റവും ഹീനമായ, സ്ലാൻഡർ എന്ന സിന്നിനെ ഹീനമായ പാപത്തിൻ്റെ കൂട്ടത്തിലാണ്. നമ്മളതിനെ റെസ്പെക്റ്റബിൾ സിൻസിൻ്റെ കൂട്ടത്തിലാക്കിയത്. നോ. പ്രിയപ്പെട്ടവരെ, ഈ രാത്രി സമയം നമ്മൾ അല്പകാര്യങ്ങൾ ചിന്തിച്ചു. അത് നമുക്ക് അനുഗ്രഹമായി വരട്ടെ. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. സഹോദരന്മാരിലൊരാൾക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം.